ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. നമ്മൾ കുറച്ച് ദിവസം മുന്നേ കുറച്ച് ഷോളുകൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. കോട്ടണിൽ നിറയെ വർക്കുള്ള എന്താണ് പറയേണ്ടത്, അത് നല്ല എംബ്രോയിഡറി ക്രോഷ്യ പോലത്തെ ഒക്കെ വർക്കുള്ള ക്രോഷ്യ വർക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഷോളുകളാണ്. സിംഗിൾ കളറിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അത് പല ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്തിട്ട് ഇടാനും പറ്റും കേട്ടോ. അപ്പോൾ അത് അങ്ങനത്തെ ടൈപ്പാണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഷോളുകൾ വന്നപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് 4-5 ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി എൻക്വയറി വന്നു. ഇപ്പോൾ ഞാൻ അതിൻ്റെ കുറേ കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ പെട്ടെന്ന് കളേഴ്സ് കാണിച്ചു പോകാം. ഒരെണ്ണം നന്നായിട്ട് നിവർത്തി കാണിക്കാം കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് കളേഴ്സ് കാണിച്ചു പോവാം. പിന്നെ നിങ്ങൾക്ക് വേണ്ട കളർ നോക്കി മേടിച്ചാൽ മതിയല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് ഷെയർ എവറിത്തിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് കളക്ഷൻസിലേക്ക് പോവാം. ഒരു ഷോൾ ഞാൻ നന്നായിട്ട് നിവർത്തി കാണിക്കാം കേട്ടോ. ഇതൊരു കളറാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ പല കളേഴ്സാണ് നമ്മളുടെ കയ്യിലുള്ളത്. കണ്ടോ, ഇതാണ് ഷോൾ വരുന്നത്. ഇതിനകത്ത് കണ്ടോ വർക്ക് കണ്ടോ, ഇത് കോട്ടണിലാണ് കേട്ടോ. കോട്ടണാണ് മെറ്റീരിയൽ. അതിനകത്താണ് ഇതാ ഈ വർക്ക് വരുന്നത്. ഈ വർക്കിൻ്റെ കൂടെ നോക്കിക്കേ, ഇതാ ഈ ക്രോഷ്യ വർക്ക് ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ക്രോഷ്യയുടെ ലൈസ് ഫുള്ള് ഇതിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഇതാ താഴെ വരികയുണ്ട്. പുറകിൽ നിങ്ങൾ നീളം നോക്കിക്കോ, പുറകിലും മുമ്പിലും ഒരുപോലെ നീളമുണ്ട് കേട്ടോ. അത്ര നീളവും വീതി ഒരുപോലെ വരുന്ന ഷോളുകളാണ്. എല്ലാം ഇങ്ങനത്തെയാണ് കേട്ടോ. അപ്പോൾ ഞാനിനി ഓരോന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ക്രോഷ്യ വർക്ക് ഇടയിൽ കൂടെ പോകുന്നുണ്ട്. ഉള്ളിൽ മുഴുവൻ എന്താ എംബ്രോയിഡറി വർക്കാണ് പോകുന്നത്. എന്നിട്ട് ഈ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെ നോക്കിക്കേ, നല്ല ഒരു ലേസ് വർക്ക്, ക്രോഷ്യയുടെ ലേസ് വർക്കാണ് കേട്ടോ. ക്രോഷ്യ വർക്കാണ്. ഈ നടുക്ക് പോകുന്ന ക്രോഷ്യ വർക്കില്ലേ, അത് തന്നെ താഴെയും മുകളിൽ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. 2 സൈഡിലും 2 എൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഈ ഷോളിൻ്റെ റേറ്റ് വരുന്നത് 470 രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. സെക്കൻഡ് കളർ നോക്കിക്കേ, ലാവെൻഡർ ആണ് കളർ കേട്ടോ. നോക്കിക്കേ, നല്ല ലാവെൻഡർ കളറിൽ വരുന്നതാണ്. ഇതൊരു നല്ല സൂത്തിങ് കളറാണ് കേട്ടോ. അത് നോക്കിക്കേ, ഇതിൻ്റെ വർക്ക് കണ്ടോ, ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വർക്ക്, ഈ ക്രോഷ്യ വർക്ക് താഴെ വരെ പോകും. ക്രോഷ്യയുടെ ലേസ് ഇടയിൽ കൂടെ കണ്ടോ. എന്നിട്ട് ഏറ്റവും താഴെ നിങ്ങൾക്ക് വീണ്ടും ഒരു ക്രോഷ്യ ലേസും കിട്ടും. അതുപോലെ തന്നെ ബാക്കിലും കണ്ടോ. ഞാൻ ഇത് ഫ്രണ്ടിൽ ഇത്രയും താഴെ വരെ മുട്ടാൻ ഭാഗത്തിന് നീളം ഇട്ടിട്ടും ബാക്കിൽ നീളം നോക്ക്. അതായത് ഇത് 2.5 മീറ്റർ ദുപ്പട്ട നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അത്രയ്ക്ക് നല്ല മെറ്റീരിയലിൽ വന്നിരിക്കുന്നതാണ്. റേറ്റ് എല്ലാം അതിന് സെയിം ആണ്, 470 വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. ഇനിയുള്ളത് ഞാൻ കളേഴ്സ് മാത്രം കാണിച്ചു പോവാം. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിന് ഇപ്പോൾ പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല. ബ്ലാക്ക് എല്ലാത്തിൻ്റെയും നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ്. അത് എങ്ങനെയാണ് ഡിസൈൻ വരുന്നത്, എല്ലാത്തിൻ്റെ സെയിം ഡിസൈൻ, സെയിം പാറ്റേൺ ആണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് പറയാനില്ല. ഇങ്ങനെയാണ് വരുന്നത്. ബ്ലാക്ക് ആണ് കളർ. ഇങ്ങനെ തന്നെയാണ് വർക്ക് പോകുന്നത്. ഉള്ളിൽ ക്രോഷ്യ ലേസും പോകും. ഗ്രീൻ ആണ് കളർ വരുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്നത് ഏത് കളറാണോ അത് നോക്കി നിങ്ങൾ വാങ്ങിച്ചോളുടെ. എല്ലാം ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം നിവർത്താത്തത്. എല്ലാത്തിനും ഇങ്ങനെ 2 സൈഡിലും ലേസ് വർക്കും ഉള്ളിൽ ക്രോഷ്യ വർക്കും 2.5 മീറ്റർ നീളവും വീതിയും എല്ലാം കിട്ടുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിയാൽ ഒരു ബേജ് കളറിലേക്ക് വരുന്നതാണ് കണ്ടോ. ഇതാണ് കളർ വരുന്നത്. ബേജാണ് കളർ വരുന്നത്. വർക്ക് എല്ലാത്തിൻ്റെ സെയിം ആണ് കേട്ടോ. നെക്സ്റ്റ് കളർ കണ്ടോ, ഇതാണ് കളർ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇത് നല്ലതാ ഒരു ഡാർക്ക് പർപ്പിളിഷ് വൈൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഡാർക്ക് പർപ്പിളിൽ നിന്ന് വൈനിലേക്ക് കയറിയിട്ട് അങ്ങനത്തെ ഒരു കളർ കേട്ടോ. ഇതാണ് കളർ വരുന്നത്. എല്ലാത്തിനും 470 ആണ് കേട്ടോ റേറ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ക്രീമിൽ വരും കേട്ടോ. ക്രീം കളറിൽ വരുന്നതാണ്. ഇതാണ് കളർ. നോക്കിയാൽ നല്ല കോഫി ബ്രൗൺ കളർ കേട്ടോ. ഡാർക്ക് കോഫി ബ്രൗണിൻ്റെയാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. വർക്കെല്ലാം സെയിം ആണ് കേട്ടോ. ഡാർക്ക് കോഫി ബ്രൗൺ. നെക്സ്റ്റ് കളർ നോക്കിയാൽ ഇതാ നല്ല ഗോൾഡൻ യെല്ലോ ആണ് കളർ കേട്ടോ. അതെങ്ങനെ വരും. ഇനിയിപ്പോൾ അത് വീഡിയോയിൽ കളർ ശരിക്കും കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾ വിചാരിച്ചോളണം ഗോൾഡൻ യെല്ലോ ആണ് ഇതിൻ്റെ കളർ കേട്ടോ. ഒരു ഓഫ് വൈറ്റ് ആണ് കളർ കേട്ടോ. വൈറ്റ് അല്ല, ഇത് ഓഫ് വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ബെയ്ജ്, ഓഫ് വൈറ്റ്, ഗോൾഡൻ അങ്ങനെ പല കളർ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന കളർ കേട്ടിട്ട് ആ കളർ കറക്റ്റായിട്ട് പറയണം കേട്ടോ. നിങ്ങൾ എഴുതുമ്പോഴും ആ കളർ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഇതിൻ്റെ സ്ക്രീൻഷോട്ടിൻ്റെ കൂടെ കളറും കൂടെ എഴുതണം കേട്ടോ. ഇത് ഓഫ് വൈറ്റ് ആണ് കളർ. പ്യുവർ വൈറ്റ് ആണ്. പ്യുവർ വൈറ്റ് കളർ. ഇതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ പീസസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. പ്യുവർ വൈറ്റ് ആണ് ഇതിൻ്റെ കളർ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടുമ്പം നിങ്ങൾക്ക് വേണ്ട കളറും കൂടെ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യണം കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ എനിക്കിതിപ്പം കറക്റ്റായിട്ട് മനസ്സിലാവില്ല. കാരണം കളേഴ്സ് തമ്മിൽ ചെറിയ ഡിഫറൻസ് അല്ലേ. ഓഫ് വൈറ്റ്, ബെയ്ജ്, ക്രീം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഏകദേശമൊക്കെ ഒരുപോലെ ഇരിക്കും. അതുകൊണ്ടാണ്. ഇത് അടുത്തത് നോക്കിക്കേ, പിസ്ത ഗ്രീനാണ്. ഇതിനൊന്നും പിന്നെ കുഴപ്പമില്ല. ഇത് നമുക്ക് ആ കളർ തന്നെ കിട്ടും. പിസ്ത ഗ്രീൻ ആണ് ഇത് കളർ. എല്ലാത്തിൻ്റെയും 470 ആണ്. ഷിപ്പിംഗ് ഫ്രീ ആണ്. നമ്മളുടെ ഇന്നത്തെ ലാസ്റ്റ് പീസ്, എന്താണ് പറയേണ്ടത്, ഷെയ്ഡ് വരുന്നത് ഇതാണ്.
ഇത് നമ്മുടെ ഡാർക്ക് മെറൂണിൽ വരുന്നതാണ്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും എല്ലാത്തിൻ്റെയും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെയും ബോറടിപ്പിക്കാത്തത്. എനിക്കും റിപ്പീറ്റേഷൻ ഈസ് ബോറിംഗ് എന്ന് പറഞ്ഞ പോലെ എനിക്കും ബോറിങ്, നിങ്ങൾക്കും ബോറിങ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കളർ വേണ്ടത് നോക്കി വാങ്ങിച്ചോളണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.